പ്രീത, നമസ്കാരം. നമസ്കാരം സാർ. ഞാനിന്ന് വണ്ടിയിൽ വരുമ്പോൾ ട്രെയിനിലിരുന്നിട്ട് വായിച്ച ആദ്യത്തെ പത്രവാർത്ത എനിക്ക് വലിയ കൗതുകം തോന്നി. ഞങ്ങളുടെ കോഴിക്കോട്ട് ദേവഗിരി കോളേജിൽ ഇക്കൊല്ലത്തെ യൂണിയൻ ഇന്ന് വരെ എൻ്റെ അറിവിൽ കേരളത്തിലെ ഒരു കോളേജ് യൂണിയനും ചെയ്തിട്ടില്ലാത്ത ഒരു ഗേൾ ഫ്രണ്ട്ലി, ഒരു വിമൻ ഫ്രണ്ട്ലി പരിപാടി വലിയ ആഘോഷപൂർവ്വം നടത്തി. പരിപാടി എന്താണെന്നറിയോ? മെൻസ്ട്രൽ കപ്പ് സൗജന്യമായിട്ട് ആ കോളേജിലെ മുഴുവൻ കുട്ടികൾക്കും 1000-ലേറെ പേർക്ക് ഒരു ദിവസം വിതരണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവർ സ്പോൺസർഷിപ്പൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോളേജാണ്, അവർ ഫണ്ട് കൊടുത്തിട്ടുണ്ടാവാം. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുമാണ് ദേവഗിരി കോളേജ്, നല്ല നിലവാരമുള്ള കോളേജുമാണ്. ആ കോളേജിൽ ഇക്കൊല്ലത്തെ യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും മെൻസ്ട്രൽ കപ്പ് സൗജന്യമായിട്ട് വിതരണം ചെയ്യാം. കോഴിക്കോട്ടെ എം കെ രാഘവൻ സാറ് ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആ വാർത്ത കണ്ടു ഞാൻ. അപ്പോൾ അതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാൻ വേണ്ടി മാത്രം അല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അറിയേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ. എന്താണ് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ പ്രത്യേകത? അതായത് പെൺകുട്ടികൾ അവർ പ്രായപൂർത്തിയാകുന്നത് മുതൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരുടെ ആർത്തവ കാലമാണ്. പെയിൻ, മറ്റ് അസ്വസ്ഥതകൾ ഒരു വശത്ത്, അത് പാഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നേരത്തെ പെൺകുട്ടികൾ തുണിയാണ് കോട്ടൺ തുണികളാണ് ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഈ പാഡ് വന്നതോടെ പെൺകുട്ടികൾ അതൊരു വളരെ ഒരു സന്തോഷമുള്ള ഒരു ആർത്തവകാലം എന്ന് വേണം ആയി മാറി. ഇപ്പോഴും പാഡ് ഉപയോഗിക്കാത്ത നിരവധി പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യമാണ്. ഇനിയും ഉപയോഗിച്ച് പഠിച്ചിട്ടില്ലാത്ത അവർക്കത് അറിയില്ല, അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലാതെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം അപ്പോൾ ഈ പാഡ് ഉപയോഗിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്കൂളിലെല്ലാം ഇതിൻ്റെ ഒരു ആ കമ്പനിക്കാർ വന്ന് കുട്ടികൾക്ക് പ്രൊജക്ടർ വെച്ച് ഇതിൻ്റെ വീഡിയോസ് കാണിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്നും അതറിയില്ല, ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഈ പാഡ് തന്നെ യൂസ് ചെയ്യുന്നത് കോമൺ ആയി തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വേറെ പല ടാംപ്ടൺ അങ്ങനെയൊക്കെ കുറേ മാർഗങ്ങളുണ്ട്. വേറെ ഉണ്ട്, പാഡ് അല്ലാതെ വേറെ ഈ കപ്പ് വരുന്നതിനും ഇടയിൽ മുന്നേ വേറെ കുറച്ച് സാധനമുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. ഇതിൽ ഇവർ പറയുന്നൊരു കണക്കിപ്പോൾ പ്രീത പറഞ്ഞപ്പോഴാണ് അതിന് അനുബന്ധമായിട്ട് ഞാൻ വായിച്ച വാർത്തയിൽ കണ്ടൊരു കാര്യം. ലോകത്തിൽ 2.5 ലക്ഷത്തോളം കുട്ടികൾ, ലോകത്തിൽ വേൾഡ് വൈഡ് 2.5 ലക്ഷത്തോളം കുട്ടികൾ ഈ ആർത്തവകാലം ടാക്കിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അതിനെ മറികടക്കാൻ പറ്റാത്തത് കൊണ്ട് ഡ്രോപ്പ് ഔട്ടായിട്ട് പഠനം നിർത്തിപ്പോയി ഒരു സ്റ്റാറ്റിക്സ് പറയുന്നുണ്ട്. 1. 2, ഇപ്പോഴും ഈ പറയുന്ന പാഡ് തൊട്ട് കപ്പ് വരെയുള്ള ആർത്തവകാല സൗകര്യങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ ഇന്ത്യൻ ജനത, ഇത്രയൊക്കെ എത്തിയ ഇന്ത്യൻ ജനതയിൽ 70% പെൺകുട്ടികൾക്കും അറിഞ്ഞുകൂടാത്രേ. അത് ശരിയായിരിക്കാൻ സാധ്യത. അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കപ്പ് അത് യൂസ് ചെയ്യുന്ന രീതി പലരും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ, പണ്ടാണ് ഇതൊക്കെ സംസാരിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങളെ പുറത്ത് പറയാൻ പലർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും ഓപ്പണായി പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ ഒരുപാട് പെൺകുട്ടികൾ തന്നെ ഇത് ഉപയോഗിക്കുന്ന വിധം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ പല പെൺകുട്ടികൾക്കും ഭയമാണ്. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന വിധം എല്ലാം അവർ പറയുന്നുണ്ട്. ഒരു റബ്ബർ പോലിരിക്കുന്ന ഒരു കപ്പാണ്, കപ്പ് ഷേപ്പ്, താഴെ ഒരു ചെറിയൊരു കുറ്റി പോലൊരു സാധനം താഴേക്കുള്ള ഒരു കപ്പാണ്. ആ കപ്പ് സി ഷേപ്പിൽ മടക്കി ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ആ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അത് ഫിറ്റായി ഇരുന്ന് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല. അത് കറക്റ്റ് പൊസിഷനിൽ അത് അവർ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും അത് കറക്റ്റ് പ്രോപ്പർ ആണോ ഇല്ലെങ്കിൽ നമ്മൾ കംഫർട്ട് ആവില്ല. അത് അപ്പോൾ അതിൻ്റെ അത് പ്രോപ്പർ ബ്ലഡ് പുറത്ത് വന്നിട്ട് അത് സക്ക് ചെയ്തെടുക്കുന്നതിന് പകരം അകത്ത് തന്നെ കളക്ട് ചെയ്യണം. അത് അകത്ത് തന്നെ കളക്ട് ചെയ്യണം. അതൊക്കെ പെൺകുട്ടികൾ അത് ഉപയോഗിക്കുന്നവർക്ക് അതറിയാം എത്രത്തോളം. പലരും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ മറന്നു പോകും ഈ പീരിയഡ്സ് ടൈം ആണ് എന്നുള്ളത്. പെയിൻ ഇല്ല എങ്കിൽ നമ്മളത് മറന്നു പോകും, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് പോലും. മറ്റത് അങ്ങനെയല്ല. പെൺകുട്ടികൾ ഈ നടക്കാൻ ബുദ്ധിമുട്ടാണ്, റാഷസ് ഉണ്ടാവും ഈ പാഡ് ഉപയോഗിക്കുമ്പോൾ, വളരെ ബുദ്ധിമുട്ടാണത്. പിന്നെ ഹെവി ഫ്ലോ ഉള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ അതൊക്കെ വളരെ, നമ്മൾ യാത്രയിലൊക്കെ ആണെങ്കിൽ അത് വളരെ മാത്രമല്ല, പാഡ് മാറ്റുന്നതിന്റെ ഒരു പ്രശ്നം, അത് ഇക്കോ ഇഷ്യൂ, വേസ്റ്റ് അല്ലേ, പാഡ് വേസ്റ്റ് ഒരു വലിയ ഇഷ്യൂ. ഇപ്പൊ പല സ്ഥലങ്ങളിലും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പണ്ട് അതൊന്നുമില്ല, ഇത് എവിടെ കളയും. പണ്ട് ഒരു പെൺകുട്ടികളെല്ലാം പലരും ഈ ടോയ്ലറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയുമായിരുന്നു. പക്ഷെ അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക് ഉണ്ടാവും, ടോയ്ലറ്റ് ബ്ലോക്ക് ആവും. അത് നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് അത് പോകും. അപ്പൊ നമ്മൾ കരുതുന്നത് എന്താണ്, ഇത് ഈസി ആയിട്ട് അങ്ങ് അറ്റം വരെ പോകുന്നു, പക്ഷെ പോകില്ല, അത് അവിടെ ബ്ലോക്ക് ഉണ്ടാവും. പല സ്ഥലങ്ങളിലും ഈ ടോയ്ലറ്റുകൾ കേടാവും. അപ്പൊ ഈ നമ്മുടെ റെന്റഡ് ഹൗസിന് പോകുമ്പോഴൊക്കെ തന്നെ പലരും ഓണർ പറയുന്ന ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്, പാഡ് ടോയ്ലറ്റിൽ ഇടായിരുന്നു എന്നുള്ളത്.
അപ്പം ആ ഒരു സാധനം ഒഴിവാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഹൈജീനിക് പരമായാലും ഫിനാൻഷ്യലി ആയാലും ശരി, കപ്പിൻ്റെ ഉപയോഗം വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണത്. ഓക്കെ, ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഈ പാഡ് പോലെ വൺ ടൈം അല്ല, ഇത് 2-3 വർഷമൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം ഉപയോഗിക്കാം. അത് ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്തിട്ട് ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അത് ഓരോ പീരീഡ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴും അത് തിളപ്പിക്കുക, വെള്ളത്തിൽ തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അടുത്ത തവണ യൂസ് ചെയ്യുന്നതിന് മുന്നേയും ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ വർഷങ്ങളോളം ഉപയോഗിക്കാം. ഒരിക്കൽ മാത്രം 250 മുതൽ 500 വരെ റേഞ്ചിലുണ്ട്. എന്താ വ്യത്യാസം അതിന്റെ ക്വാളിറ്റിയിൽ? പല കമ്പനികളുടേതല്ലേ, അപ്പോൾ നമുക്ക് പല സൈറ്റുകളിൽ നിന്നും അത് നോക്കി, അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ആ റേറ്റ് കൂടുന്നതനുസരിച്ച് അത് നമുക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇത് വാങ്ങിച്ചാൽ ഇപ്പോൾ വീഡിയോ നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരിക്കൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കാവുന്ന, ഡോക്ടർമാർ ഇതിന് അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിമാരും അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നവരുണ്ടല്ലോ, അറിയാവുന്നവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പെൺകുട്ടികൾക്ക് ഇത് ഭയമാണ്. ഈ ഉപയോഗിക്കാൻ പറയുമ്പോൾ തന്നെ പല പെൺകുട്ടികളും അയ്യോ അതെനിക്ക് പേടിയാണ് എന്നാണ്. പക്ഷെ അത് ഒരു തവണ അവർ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, സ്ത്രീകളെ കെട്ടിയിടുന്ന ഒരു ഘടകമാണ്. ആ ഫ്രീഡം അവർക്ക് ബോധ്യപ്പെടും. ഞാനും അത് ആദ്യം വളരെ ഭയപ്പെട്ടിരുന്ന ഒരാളാണ്. ഞാൻ സുഹൃത്തുക്കൾക്ക് ആദ്യം വേണ്ടത് ബോധവൽക്കരണമാണല്ലേ, നമ്മുടെ കുട്ടികൾക്ക് പേടി മാറ്റിയെടുക്കണം, ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അവര് അതായത് എങ്ങനെ അവർക്കത് ആദ്യം അത് ഉൾക്കൊള്ളാനുള്ളൊരു പേടിയാണ്. പിന്നെ പലരും 1-2 തവണ ഉപയോഗിച്ച് ആ ശ്രമം ഇതൊക്കെ ആയിരിക്കും ഒരു എക്സ്റ്റേണൽ പീസ് നമ്മുടെ ശരീരത്തിൽ വെച്ചുകൊണ്ട് നടക്കേണ്ടേ എന്താന്നുള്ള ഒരു ആശങ്കയാണ്. പക്ഷെ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യണം. 1-2 പേര് പറഞ്ഞിട്ടുണ്ട് അവർ യൂസ് ചെയ്തിട്ട് അവർക്ക് കംഫർട്ട് ഫീൽ ചെയ്തില്ല എന്ന്. അപ്പൊ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി, അത് ലീക്ക് ആവുന്നുണ്ട് എന്ന്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് അത് ഇൻസേർട്ട് ചെയ്യാതെ കറക്റ്റ് സൈസ് ഏതാണെന്ന് അറിയാം. അത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ അവർ പറഞ്ഞു തരും കൃത്യമായിട്ട് ഏത് സൈസാ വേണ്ടത്, അതിനൊരു കണക്കുണ്ട്. അപ്പൊ അത് അവർ പറഞ്ഞു തരുമ്പം സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ സൈസ് ഉള്ളതുകൊണ്ട് അത് ഓരോരുത്തർക്കും അനുസരിച്ചുള്ള സൈസ് ഉപയോഗിക്കാം. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പ്രോപ്പർ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് യൂസ് ചെയ്താൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പെൺകുട്ടികളും അത് ട്രൈ ചെയ്ത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയും വേണം, അത് ശീലമാക്കുകയും വേണം. ഈ ഒരു 50-60 രൂപയൊക്കെ ആണെങ്കിൽ ശരി, ഒരു തവണത്തേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഈ 300 രൂപ മുതൽ 500 രൂപ ആകുമ്പോൾ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ വേസ്റ്റ് ആയില്ലേ എന്നൊരു ചിന്ത കാരണം പലരും ധൈര്യപ്പെടില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ സൗജന്യമായി സാർ പറഞ്ഞ പോലെ സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കുമ്പം അവർക്ക് അറിയാമല്ലോ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതെ, നമ്മുടെ പ്രേക്ഷകരായ സ്ത്രീ പ്രേക്ഷകരോട് പറയുന്നത്, അതായത് പുരുഷ പ്രേക്ഷകരും അവരുടെ വീട്ടിലെ സ്ത്രീകളോട് പറയാം, ഒരിക്കൽ അവർ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നോട്ട് പോകരുത്. വീണ്ടും ട്രൈ ചെയ്ത് ഒരു 2-3 മാസം, ഒരു 2-3 മാസം കൊണ്ട് അത് അവർക്ക് എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് പഠിക്കാൻ പറ്റും. വളരെ ഫ്രീഡം എന്ന് തന്നെ അതിനെ പറയാം. സ്ത്രീകളെ കെട്ടിയിടുന്ന ആർത്തവ കാലത്തിൽ നിന്നും അവരെ സ്വതന്ത്രമായി, പലരും പറഞ്ഞിട്ടുള്ള മറന്നു പോകും നമ്മൾ പീരീഡ്സ് ടൈം. അത് വല്ലാത്തൊരു ശപിച്ചുകൊണ്ടാണല്ലോ പല കുട്ടികളും ആ പീരീഡിന് കാത്തിരിക്കുക, അയ്യോ വരാൻ പോകുന്നു ആ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അത് കുറെ കൂടി ഈസി ആക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ എത്രയും വേഗം സ്വീകരിക്കാം, പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ അല്ലാതെ ഈ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലാതെ നമ്മൾ ടോയ്ലറ്റിൽ പോവുക, വാഷ്റൂമിൽ പോകുന്ന മറ്റ് കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് മറ്റൊന്നിനെയും ബാധിക്കില്ല. നമ്മുടെ മറ്റേ മലമൂത്ര വിസർജനങ്ങളെ ഒന്നും ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ല. അതെല്ലാം വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൈവരും. മറ്റേ അതല്ലാതെ ഇപ്പോൾ പുറത്തെവിടെയും പോകുമ്പോൾ ഈ ഒരു പീരീഡ് ടൈമിൽ പാഡ് യൂസ് ചെയ്യുന്നവർക്ക് ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. എങ്ങനെ പോകും, മാറ്റിയിട്ട് പോകണം, അപ്പോൾ മാറ്റണം, അതിനുള്ള സൗകര്യം, ഇത് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, എത്രത്തോളം ഫ്ലോ ഉണ്ട് എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മുടെ ബയോളജിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ നമ്മുടെ ആരോഗ്യം അറിയാൻ വേണ്ടിയിട്ട്, ഹെവി ബ്ലീഡിങ് ഉണ്ടോ ലോ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റും, എത്ര ക്വാണ്ടിറ്റി. പിന്നെ അത് ഫില്ലാവുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, അത് ഫില്ലായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. മാറ്റാനായി അപ്പോഴും പക്ഷേ ജസ്റ്റ് പോയിട്ട് അത് എംറ്റി ആക്കിയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, മതി. ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിച്ചാൽ മതി. അത് ഈ വാങ്ങിക്കുമ്പോൾ തന്നെ അതിന്റെ ബോക്സും അത് സേഫ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സേഫ് ബോക്സിലൊക്കെ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു പരിഷ്കാരമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പക്ഷേ ഈ ബോധവൽക്കരണത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം ഈ കോളേജ് യൂണിയൻ ആ ഒരു പ്രത്യേക പരിപാടി എനിക്ക് തോന്നുന്നു എല്ലാ കോളേജ് യൂണിയനും മാതൃകയാക്കേണ്ടതാണ്. അതിലേറെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക്
വീടുകൾ തോറും അല്ലേ, വാർഡുകൾ തോറും എത്തിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പാഡാണെങ്കിൽ കൊടുക്കുക എളുപ്പമല്ല, കാരണം കൊടുത്താൽ തന്നെ അതവിടെ ലാസ്റ്റ് ചെയ്യില്ല. ഇത് വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന. ഇപ്പൊ പാഡിന്റെ കാര്യം എടുത്താലും ഒരു മാസത്തിൽ ഒരു 50-100 രൂപ വരെ ചിലവാകും നമുക്ക് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ലാഭകരം തന്നെയാണ്. എത്രയോ വർഷത്തേക്കാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ 250 അല്ലേ പറഞ്ഞു, 250 300 ആണെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ ഒരു അവകാശമായിട്ട് അല്ലേ നമ്മുടെ എല്ലാ ഗവൺമെൻറ്റുകളും യൂണിയനുകളും സംഘടനകളും ഒക്കെ ചെയ്യാവുന്ന ഒരു മികച്ച സേവനമായി പെൺകുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ഇനീഷ്യേറ്റീവാണിത്. ഈ ദേവഗിരി കോളേജിൻ്റെ യൂണിയനെ നമുക്ക് അഭിനന്ദിക്കാം അല്ലേ. അവർ മറ്റു കോളേജുകളും മാതൃകയാക്കണം. എല്ലാവർക്കും ഇത് ഈ പുതിയ കാലത്ത് പെൺകുട്ടികളോട് കാണിക്കാവുന്ന ഏറ്റവും നല്ല ഒരു സ്ത്രീപക്ഷ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഇത് കാണുകയും എല്ലാ ആളുകളും ഇത് ഏറ്റെടുക്കുകയും ചെയ്യട്ടെ. ഞാനിത് ഇത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല കേട്ടോ. സന്തോഷം. എന്തായാലും എനിക്ക് മാത്രമല്ല, കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു പ്രയോജനം അവബോധം ഉണ്ടാവട്ടെ. നന്ദി.